കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ശിക്ഷാ ഇളവിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. ഗണേഷ് ഷെറിന്റെ ബെസ്റ്റിയാണെന്ന് സംശയിക്കുന്നതായും അബിൻ വർക്കി പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ജയിൽ ഉപദേശക സമിതി കൊടുക്കുകയും അത് ഉടൻ തന്നെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയും മന്ത്രിസഭാ യോഗം പാസാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വളരെ ഉത്തരവാദിത്തപൂർവ്വമായി ആരോപിച്ചു. ഇതിനു പിന്നിൽ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ PA പങ്കുണ്ട് എന്നുള്ള ഉത്തരവാദിത്തപൂർവമായ ആരോപണം ഉന്നയിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതേവരെ അതിനകത്ത് ഒരു പ്രതികരണം നടത്താൻ ഇനി ഗണേഷ് കുമാറിന്റെ പേരിലെങ്കിലും വിളിച്ച് ജ്യോതികുമാർ ചാമക്കാരെ പേരിലേക്ക് വിളിച്ച് ചീത്ത വിളിക്കാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷെറിന്റെ ബെസ്റ്റി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഷെറിന്റെ അല്ലെങ്കിൽ കാരണവ വധക്കേസിലെ പ്രതിയുടെ ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ ഈ ക്രിമിനൽ കൂട്ടുകെട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലായ സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധമെന്നാണ്. കേരളത്തിലെ മന്ത്രിയുടെ തുടരെ കാണുമെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ ആരോപിച്ചിട്ട് അതിൽ പ്രതികരണം പോലും നടത്താനാവാത്ത വിധം മന്ത്രി ദുർബലനായതുകൊണ്ടാണ്. ഒരു മന്ത്രി മാത്രമല്ല, ഷെറിന്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ഷെറിന്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പ്രതിയുടെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിലാണെന്നും അബിൻ വർക്കി ആരോപിച്ചു. ഷെറിന്റെ ബെസ്റ്റിയായിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രിമിനൽ കൂട്ടുകെട്ട്? ജയിലിൽ കിടക്കുന്ന ക്രിമിനലായ ഒരു സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധം എന്താണ്? ഈ മന്ത്രി തുടർച്ചയായി ഷെറിനെ കാണുന്നുവെന്ന് ആരോപണമുയർന്നിട്ട് അതിൽ പ്രതികരണം പോലും ഉണ്ടായിട്ടില്ലെന്ന് അബിൻ പറഞ്ഞു. ഗണേഷ് കുമാർ ബെസ്റ്റിയാണെങ്കിൽ ഷെറിന്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരുണ്ടെന്ന ആരോപണവും അബിൻ വർക്കി ഉന്നയിച്ചു. എന്നാൽ അതാരാണെന്ന് വ്യക്തമാക്കാൻ അബിൻ തയ്യാറായില്ലെങ്കിലും ഒരു മന്ത്രിയാണെന്ന സൂചന നൽകി. ഇവർ രണ്ടുപേരുടെയും ഇടപെടലാണ് പ്രതിയുടെ ശിക്ഷാ ഇളവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അബിൻ വർക്കി ആരോപിച്ചു. അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത്. 1 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവ്. 20 വർഷം ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നുണ്ട്.